പലതും ദൈവം അനുവദിക്കുന്നതല്ല, നമ്മുടെ പാപം മൂലം നമ്മൾ സ്വന്തമാക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യം ചോദിക്കേണ്ടത്, കാരണം ജോബിന്റെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങളുണ്ടായി. ഓരോന്നോരോ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ജോബ് ആദ്യം എന്ത് ചെയ്യുന്നത്? ജോബ് ദൈവസന്നിധിയിൽ ആദ്യം എളിമപ്പെടും. ഇങ്ങനെ ചാരം പൂശി ചാക്കൊടുത്ത് എളിമപ്പെട്ടിട്ട് തമ്പുരാന്റെ മുമ്പിൽ, ദൈവമേ എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ അതുകൊണ്ടാണെങ്കിൽ ഇതാ എളിമപ്പെട്ട് ജോബ് പ്രാർത്ഥിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ജോബ് പറയുന്നത് എന്ത്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ജോബ് ചെയ്യുന്നൊരു കാര്യമാണ്, ജോബ് എളിമപ്പെട്ട് തൻ്റെയോ തൻ്റെ കുടുംബാംഗങ്ങളുടെ പാപം നിമിത്തമാണ് ഈ തകർച്ച ജീവിതത്തിൽ വന്നതെങ്കിൽ അതേക്കുറിച്ച് അനുതപിച്ചു. ജീവിതത്തിൽ കടന്നു പോകുന്ന ഉത്തരം കിട്ടാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ, പ്രയാസങ്ങളുടെ, വിഷമങ്ങളുടെ, വേദനകളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട്, ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാപത്തിന്റെ സ്വാധീനം കൊണ്ടാണോ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് എന്ന് ആദ്യം ചോദിക്കണം. അതല്ല എങ്കിൽ മാത്രമേ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കാവൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അത് ദൈവം അനുവദിച്ചതാണ്. ഓക്കെ, ദൈവം തൻ്റെ സ്നേഹത്തിൽ, നമ്മോടുള്ള സ്നേഹത്തിൽ, നമ്മുടെ ഉപരി വിശുദ്ധീകരണത്തിനും നമ്മുടെ ആത്മരക്ഷയ്ക്കും നമ്മുടെ വീണ്ടെടുപ്പിനുമായി ദൈവം ഒരുക്കുന്ന സഹനമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രമേ ഒരു സഹനത്തെ സ്വീകരിക്കാവൂ. അല്ലാതെ എല്ലാ സഹനവും ദൈവം തന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കരുത്. എല്ലാം ദൈവം തരുന്നതല്ല, എല്ലാം ദൈവം തരുന്നതല്ല. നമ്മുടെ ചില വീഴ്ചകൾ, നമ്മുടെ ചില സഹനങ്ങൾ ഇത് ദൈവം തന്നാണെന്ന് പറയരുത്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം ദൈവമാണെന്ന് പറയരുത്, നമ്മുടെ തകർച്ചയ്ക്ക് കാരണം ദൈവമാണെന്ന് പറയരുത്. എല്ലാ തകർച്ചകളുടെയും വീഴ്ചകളുടെയും കാരണം ദൈവമാണെന്ന് പറയരുത്. പക്ഷെ നമ്മുടെ സ്വാർത്ഥതയായിരിക്കാം, നമ്മുടെ അഹങ്കാരമായിരിക്കാം, നമ്മുടെ അജ്ഞതയായിരിക്കാം, നമ്മുടെ അറിവില്ലായ്മയായിരിക്കും. ഇതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും ഇടർച്ചകളും പാപത്തിന്റെ സ്വാധീനങ്ങളും മൂലം നിരന്തരമായ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും ഒക്കെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. ഇതാദ്യം ചോദ്യം ചെയ്യണം. അത് ആദ്യം ചോദ്യം തരണം. അതല്ല എങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെട്ട് നിന്നിട്ട് ദൈവം തരുന്നതൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം.